ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्री राधा कृष्ण पादान् सगण ललिता श्री विशाखान्वितं कृष्णा करुणा सिंधु दीनबंधु जगतपदे गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानो सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्धः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नां अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुरदो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधा मदनमोहन तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूप परमानंद पाठाय प्रेमवर्षीय क्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 8-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകം മുതൽക്ക് അല്ലേ? 34-ാമത്തെ ശ്ലോകം അല്ലേ? അതെ പ്രഭു. ഭാരാവതാരണായന്യേ ഭുവോ നാവായിവോ ദദൗ സീദന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹി ആത്മഭുവാർത്ഥിതാ. ഭാരാവതാരണായന്യേ ഭുവോ നാവായിവോ ദദൗ സീദന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹി ആത്മഭുവാർത്ഥിതഃ. ഹരേ കൃഷ്ണ. ആരെങ്കിലും റിസൈറ്റ് ചെയ്യോ? ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതി വാസുദേവായ. ഭാരാവതാരണായന്യേ ഭുവോ നാവ ഇവോ ദദൗ സീദന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത്ഥിതഃ. വിവർത്തനം by അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൂമി ദേവി കടലിലെ നൗകയെന്ന പോലെ അമിത ഭാരത്താൽ ദുഃഖിതയാണെന്നും ആകയാൽ അങ്ങയുടെ പുത്രനായ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന പ്രകാരം ആ കഷ്ടതയെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നതെന്നും മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. ഹരേ കൃഷ്ണ. Very good. Hare Krishna. So others say that the world being overburdened like a boat at sea is much aggrieved, and that Brahma, who is your son, prayed for you, and so you have appeared to diminish the trouble. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കുന്തി മഹാറാണി ഇവിടെ പറയുന്നത്, അതായത് പല ആൾക്കാരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് അങ്ങയുടെ അവതാരത്തെ പറ്റിയിട്ട്. എന്തിനാണ് അങ്ങ് അവതരിച്ചത്?
പല ആൾക്കാരും പല അഭിപ്രായം. ഇത് പല ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല. ഓക്കെ, അവരെല്ലാം ഭക്തന്മാരാണ്, പണ്ഡിതന്മാരാണ്, തത്വചിന്തകന്മാരാണ്. അങ്ങനത്തെ ആൾക്കാരുടെ അഭിപ്രായമാണ്. സാധാരണ ആൾക്കാരുടെ അഭിപ്രായം നടക്കില്ല. അപ്പൊ ഇത്രയും ആ ഒരു എക്സോൾട്ടഡ് പൊസിഷനിലെ ആൾക്കാരുടെ അഭിപ്രായമാണ് ഇവിടെ കുന്തി മഹാറാണി പറയുന്നത്. ചിലർ പറയുന്നു ഇന്ന കാരണത്തിലാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത്, വേറെ ചിലർ പറയുന്നു വേറെ കാരണത്തിലാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് ആദ്യത്തെ 5 കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ഇനി ഒരു കാരണം ഈ ശ്ലോകങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഭഗവാന്റെ, അതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ 6 കാരണം എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ 5 കാരണങ്ങൾ പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്താണ് ഈ 5 കാരണങ്ങൾ എന്നാണ്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ, പറയൂ. ഭക്തന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓക്കെ, പറഞ്ഞു. യദുവിന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. വസുദേവരുടെയും ദേവിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടെന്ന് പറഞ്ഞു. ദേവന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. അസുരന്മാരുടെ വധത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. വെരി ഗുഡ് മാതാജി, എല്ലാം നോട്ട് ചെയ്ത് വെക്കണ്ട്. വെരി ഗുഡ്, നന്നായി മാതാജി, അങ്ങനെ വേണം. വെരി ഗുഡ് ടു എല്ലാവർക്കും. അപ്പൊ ഈ 5 കാരണങ്ങളും മാതാജി പറഞ്ഞു. ഇനി 6ാമത്തെ കാരണമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ കാരണം എന്താണ്? ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു ഭഗവാന്റെ അവതാരത്തിന് വേണ്ടിയിട്ട്. ബ്രഹ്മാവ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം നമുക്കറിയാം. എന്താണ്? ഭൂമിദേവിക്ക് അസുരന്മാരുടെ ആ ഭാരം സഹിക്ക് വയ്യാതെ, അല്ലേ? അതായത് അസുരന്മാര് ആസുരവൃത്തികളാണ് ചെയ്യുന്നത്. എന്താണോ നാട്ടു നടപ്പ് അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ് ലോസ് ഉണ്ടാവും, അല്ലേ? അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ അവർ ക്രിമിനൽസ് ആണ്. അവരെന്താണ്? ഗവൺമെന്റ് പണിഷ് ചെയ്യും. അപ്പോ ഇവര് സാധാരണ ക്രിമിനൽസ് അല്ല, വലിയ തലത്തിലുള്ള ക്രിമിനൽസ് ആണ്. ആര്? രാവണൻ, കുംഭകർണൻ, കംസൻ, ഹിരണ്യകശിപു. ഒക്കെ നമുക്കൊന്നും ചിന്തിക്കാനും കൂടിയും പറ്റില്ല. ഹിരണ്യകശിപു ഒക്കെ 3 ലോകത്തെയും അടക്കി ഭരിച്ചിരുന്നു, അങ്ങനെ പറയുന്നത്. അപ്പൊ അത്രയും വലിയ തലത്തിലുള്ള രാക്ഷസന്മാരാണ്. അപ്പൊ അവരുടെ എല്ലാം ആശീർവൃത്തി കൊണ്ട് ഭൂമിദേവിക്ക് ബേർഡൻ സഹിക്കാൻ വയ്യാതെ ഭൂമിദേവി ആരോട് ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞു? ബ്രഹ്മാവിനോട്, അല്ലെ? ആ ബ്രഹ്മാവ് പറഞ്ഞു, ഇത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല, എനിക്ക് ഇതിന് യാതൊരു നിവാരണം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനെ പോയി കാണാം. ആരാണ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്? ആരാണ്? വിഷ്ണു ഭഗവാൻ. വിഷ്ണു. ഏത് വിഷ്ണുവാണ് അദ്ദേഹം ചെന്ന് കാണാൻ പോകുന്നത്? 3 വിഷ്ണു നമുക്കറിയാം, അല്ലെ? 3 വിഷ്ണുമാരുണ്ട്. അപ്പൊ അതിലെ ഏത് വിഷ്ണുവാണ് ചെന്ന് കാണുന്നത്? ക്ഷീരോസായി വിഷ്ണു. ഓക്കെ, ആ ക്ഷീരോസായി വിഷ്ണു എവിടെയാണ് ശയിക്കുന്നത്? അദ്ദേഹത്തിന്റെ ധാമം എവിടെയാണ്? ഓക്കെ, അതൊരു വൈകുണ്ഠധാമാണ്. ഈ ഭൗതിക ലോകത്തിലെ ഒരു വൈകുണ്ഠധാമാണത്. ഓക്കെ, അത് ശ്വേതദ്വീപിലാണ്. നമ്മൾ പറയുന്നില്ലേ പ്രാപഞ്ചിക വൈകുണ്ഠം എന്ന് പറയുന്നതിന്, ഈ ഭൗതിക ലോകത്തിലെ വൈകുണ്ഠം. അപ്പോ ഭഗവാൻ പറയുന്നു ഏകാംശേന സ്ഥിതോ ജഗത്. ഒരു അംശം കൊണ്ടാണ് ഈ ജഗത്ത് മുഴുവന്, അതായത് ഈ ഭൗതിക ലോകങ്ങൾ മുഴുവന്. ഒരു ബ്രഹ്മാണ്ടങ്ങളല്ല, ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ. അതെല്ലാം ഏകാംശേന സ്ഥിതോ ജഗത് എന്നാണ് പറയുന്നത്. ഒരംശം കൊണ്ടാണ് ഇതെല്ലാം. ബാക്കിയെല്ലാം എന്താണ്? ആധ്യാത്മിക ലോകം. 3/4 and 1/4. 3/4 ആധ്യാത്മിക ലോകം, 1/4 ഭൗതിക ലോകം. അപ്പോ ഈവൻ നമ്മൾ ഒരു ബ്രഹ്മാണ്ടം എടുത്താലും ശരി, അത് ശരിയാണ്. ഒരു ബ്രഹ്മാണ്ടത്തില് നമ്മളുടെ ഈ മെറ്റീരിയൽ ഫങ്ഷനിങ് ഏരിയ എന്ന് പറയുന്നത് 1/4 ഉള്ളൂ. 3/4 എന്താണ്? മെറ്റീരിയൽ വേൾഡ് അല്ല, ഭഗവാന്റെ അധീനത്തിലാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 3/4 1/4 എങ്ങനെ വന്നു എന്നുള്ള ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ഉദാഹരണം എടുത്താൽ? നമ്മളുടെ അതായത് മെറ്റീരിയൽ വേൾഡ് ഒരു ബ്രഹ്മാണ്ടം എടുത്താൽ 1/3 1/3 3/4 അല്ലെ? അത് നമ്മുടെ ഭൗതിക ലോകം. 3/4 ആധ്യാത്മികമായിട്ടും കണക്കാക്കാം. ഒരു ബ്രഹ്മാണ്ടത്തിന്റെ കാര്യം എടുത്താൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ആരൊക്കെയാണ് പറയാൻ പറ്റുമോ? ഞാൻ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല ഏത് ക്ലാസ്സിൽ. ചില ഡിവോട്ടീസ് അതിൽ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം. എങ്ങനെ മനസ്സിലാക്കാം? ആർക്കും അറിയില്ല? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഏകാംശേന സ്ഥിതോ ജഗത്, വൺ ഫ്രാഗ്മെന്റൽ പാർട്ട് ഓഫ് മൈൻഡ്. അത്രേ ഉള്ളൂ ഈ ജഗത് മുഴുവന്, അതായത് ഭൗതിക ലോകം മുഴുവന്. അപ്പൊ നമുക്കൊരു ബ്രഹ്മാണ്ടത്തിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് പറയാം. ഓക്കെ, നമുക്കൊരു ഒരു ബ്രഹ്മാണ്ടത്തില് ഏത് വിഷ്ണുവാണ് ഉള്ളത്? ഒരു ബ്രഹ്മാണ്ടത്തില് ഏത് വിഷ്ണുവാണ് എൻ്റർ ചെയ്യുന്നത്? ഗർഭോദസായ വിഷ്ണു അല്ലെ? ആ ഗർഭോദസായ വിഷ്ണു ആ യൂണിവേഴ്സിലെ തൻ്റെ തന്നെ ഇത് വിയർപ്പ് കൊണ്ട് പകുതി ബ്രഹ്മാണ്ടം നിറയ്ക്കുന്നു അല്ലേ? അതറിയില്ലേ? ബ്രഹ്മാണ്ടത്തിന്റെ, അതായത് ആ യൂണിവേഴ്സിലെ പകുതി ബ്രഹ്മാണ്ടം തൻ്റെ തന്നെ വയർപ്പ് കൊണ്ട് വലിയ ഒരു ഗർഭ ഉദക കടല് സൃഷ്ടിക്കുന്നു. അതില് അനന്ത ശേഷനിലാണ് ആ ഗർഭോദസായ വിഷ്ണു ശയിക്കുന്നത്. കണ്ടിട്ടുണ്ടല്ലോ? നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയാൽ കാണാം. അവിടെ ഏത് വിഷ്ണുവാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ട്രിവാൻഡ്രത്ത്? ഗർഭോദസായ വിഷ്ണു. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ അപ്പൊ അതാണ് ഗർഭോദസായ വിഷ്ണു. അപ്പൊ പകുതി യൂണിവേഴ്സ് അവിടെ പോയി. പിന്നെ ശ്വേതദ്വീപ്, ക്ഷീര സാഗരം, പാൽക്കടല്, അവിടെയാണ് ആര്? ക്ഷീരോദസായ വിഷ്ണു. അപ്പൊ അവിടെ 25% പോയി, ഇവിടെ 50% പോയി. ബാക്കി 25% ആണ് ഈ അതായത് താമര തണ്ട്, ആ നാളം. അപ്പൊ എത്രയായി? അപ്പൊ 75%ഉം ആധ്യാത്മിക, അതായത് ഭഗവാന്റെ ഇതിലാണ്. അവിടെ ഭൗതിക ലോകം ഇല്ല, 25% ഉള്ളൂ അല്ലേ? അപ്പോ പറയുന്നത് ശരിയല്ലേ? 3/4 എന്താണ്? ആധ്യാത്മികമാണ്, ബാക്കിയുള്ളൂ ഭൗതികം. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയുന്ന പോലെ ഇവിടെ ബ്രഹ്മാവ് പോയി. ആ ബ്രഹ്മാവ് പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഹരേ കൃഷ്ണ. ക്ഷീരസാഗരത്തിലാണ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ക്ഷീരസാഗരത്തിന്റെ ആ ഷോറിൽ ചെന്നിട്ട് ബ്രഹ്മാവും ബാക്കിയുള്ള ദേവതമാരും എല്ലാം കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഭൂമിദേവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട്, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹൃദയത്തില് ബ്രഹ്മാവിന്റെ ധ്യാനത്തിലെ പ്രത്യക്ഷപ്പെട്ട, അല്ലാണ്ട് പേഴ്സണലി അവിടെ പ്രത്യക്ഷപ്പെട്ടില്ല. ബ്രഹ്മാവിന്റെ ധ്യാനത്തില് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പുരുഷ സൂക്തവും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചപ്പോ ആ ബ്രഹ്മാവിന്റെ ധ്യാനത്തില് ഭഗവാൻ വന്ന് അശരീരി പോലെ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ വളരെ അടുത്തന്നെ ഉടനെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ വരും, കൃഷ്ണാവതാരം ഉണ്ടാവും. അപ്പോൾ ഈ അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ച് എല്ലാ ഡിവോട്ടീസിനും രക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോ അസുരന്മാര് ഭരിക്കുന്ന സമയത്ത് അവരുടെ പ്രജകളെല്ലാം ആസുരികമായിട്ട് ഉള്ള ആ സിദ്ധാന്തം അവരെ പറഞ്ഞു കൊടുത്ത് അവരെയും കൂടി അസുരമാരാക്കി തീർക്കും. അങ്ങനെയാണ് നമ്മുടെ ഹിരണ്യകശിപു, കംസ, രാവണ, അവരെല്ലാം ആ പ്രജകളെയും കൂടിയും അങ്ങനെ ആ അസുരഭാവം അവർക്ക് കൊടുക്കും. അപ്പോൾ ചെറിയ ആളൊന്നും വന്നവരോ, ചെറിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭഗവാൻ തന്റെ റെപ്രസെന്റേറ്റീവ്സിനെ അയക്കും. ഇവരൊക്കെ കുറച്ച് ഹൈ ലെവലുള്ള പാർട്ടീസാണ്. അവരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രമല്ല. അപ്പൊ ഒരാളെ നിഗ്രഹിച്ചാൽ അവരെ കൂടെ എല്ലാവരും. അതാണ് കുരുക്ഷേത്ര യുദ്ധത്തിലെ എത്രയോ കോടി ജനങ്ങളാണ്. ഇവരെല്ലാം ആരെ പ്രീതിപ്പെടുത്തുന്ന ആൾക്കാരാണ്? ഇവരെല്ലാം ദുര്യോധനെ പ്രീതിപ്പെടുത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ദുര്യോധനെ വധിച്ചാൽ ബാക്കി എല്ലാവരെയും വധിക്കാൻ പറ്റും. ഈവൻ ജരാസന്ധൻ 17 തവണ ഭഗവാൻ വിട്ടു, കൊല്ലാൻ വയ്യാഞ്ഞിട്ടില്ല അല്ലേ?
അത് ഓരോ തവണ ജരാസന്ധൻ തന്റെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരുമ്പോൾ അവരെല്ലാവരെയും കൊല്ലും. ജരാസന്ധനെ വിട്ടു. വീണ്ടും അടുത്ത സെറ്റായിട്ടുള്ള കുറെ ആൾക്കാരെ കൊണ്ടുവരും, അവരെ കൊല്ലും. അങ്ങനെ 17 തവണയാണ്. അപ്പൊ അങ്ങനെ ആ അസുരന്മാരെല്ലാം കൊല്ലാനുള്ള ഒരു പ്ലാനാണ് ഭഗവാന്റെ. അതുകൊണ്ട് 17 തവണ ജരാസന്ധന്റെ ആൾക്കാരെ മാത്രം വധിച്ചത് ജരാസന്ധനെ വിട്ടു. നല്ല അടുത്ത തവണ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടി, ചെറിയ ചെറിയ അസുരന്മാരൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനുണ്ട് ആവശ്യമില്ല. ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ആരാണ് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ്? നല്ല ക്ഷത്രിയന്മാര്. ഓക്കെ, അതായത് ആ വർണ്ണാശ്രമത്തിലുള്ള ശരിക്ക് അത് പാലിക്കുന്ന ക്ഷത്രിയന്മാര്. ആ ക്ഷത്രിയന്മാരാണ് ഇവരെല്ലാം നിഗ്രഹിക്കുന്നത്. ഇപ്പോ പരശുരാമൻ നമുക്കറിയാം അല്ലെ, 21 ജനറേഷനിലുള്ള അസുര വൃത്തിയുള്ള ക്ഷത്രിയന്മാരെ വധിച്ചു. അതേപോലെ അപ്പോൾ ഈ ക്ഷത്രിയന്മാർക്ക് ആരുടെ ഗൈഡൻസിലാണ് അവര് പ്രവർത്തിക്കുന്നത്? ഇതെല്ലാം ചെയ്യുന്ന ബ്രാഹ്മണന്മാര്. ആ ബ്രാഹ്മണന്മാര് ആരുടെ ആശ്രയത്തിലാണ്? സ്ക്രിപ്റ്റേഴ്സിന്റെ ആശ്രയത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ വേണ്ട സമയത്ത് അവതരിക്കും, ഭഗവാൻ സ്വയം അവതരിക്കും. അല്ലാത്ത സമയത്ത് തൻ്റെതായിട്ടുള്ള പ്രതിനിധികളെ ഭഗവാൻ ഡെപ്യൂട്ട് ചെയ്യും അല്ലെ. അപ്പോ ഭഗവാൻ ഭഗവത്ഗീതയിൽ നമുക്കറിയാം എന്താണ്? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി പറ, അതായത് ധർമ്മച്യുതി എപ്പോ സംഭവിക്കുന്നു അപ്പോഴൊക്കെ ഭഗവാൻ ഇവിടെ, അതായത് ചെറിയ തോതിലല്ല, അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ സ്വയം ഇറങ്ങി വരുന്നു. അതിനോട് കൂടിയിട്ട് വേറെ പല ആവശ്യങ്ങളുണ്ട്, വേറെ അതിൻ്റെതായിട്ടുള്ള ഇന്റേണൽ റീസൺസും കൂടിയുണ്ട്. അതിനത്ര ആൾക്കാർ ഊന്നൽ കൊടുക്കുന്നില്ല. പക്ഷേ എക്സ്റ്റേണൽ റീസൺ ആണ് ഇവിടെ കൂടുതൽ ആൾക്കാർ അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ റീസൺസിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഭഗവാൻ അവതരിക്കുന്ന എക്സ്റ്റേണൽ റീസൺസ് ഉണ്ട്, ഇന്റേണൽ റീസൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇപ്പൊ പറഞ്ഞതെല്ലാം ഇതടക്കം, ഈ ശ്ലോകം അടക്കം, ഇതെല്ലാം എക്സ്റ്റേണൽ റീസൺസ് ആണ്. ഇന്റേണൽ റീസൺസ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പൊ എന്താണ് ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ പറയുന്ന നോക്കാം. ബ്രഹ്മ ഓർ ദ ഫസ്റ്റ് ലിവിംഗ് ബീങ് ബോൺ ജസ്റ്റ് ആഫ്റ്റർ ദ ക്രിയേഷൻ ഈസ് ദ ഡയറക്റ്റ് സൺ ഓഫ് നാരായണ. നാരായണ ആസ് ഗർഭോസായി വിഷ്ണു ഫസ്റ്റ് ഓഫ് ഓൾ എൻറ്റേർഡ് ദ മെറ്റീരിയൽ യൂണിവേഴ്സ്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. ഭഗവാന് അമ്മയും അച്ഛനായിട്ട് ആരാണ്? വിഷ്ണു ആണുള്ളത്, ഗർഭോസായി വിഷ്ണു. ലക്ഷ്മി ദേവി തൻ്റെ പാദത്തിൽ അവിടെ സേവനം ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി ദേവിയുടെ യാതൊരു സഹായം കൂടാതെയാണ് ഭഗവാൻ ആരെ സൃഷ്ടിച്ചത്? ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് അല്ലെ. അപ്പോ ആ ഗർഭോസായി വിഷ്ണു ഓരോ ബ്രഹ്മാണ്ടത്തിലും എൻട്രി ചെയ്യുന്നുണ്ട്. പിന്നെ അതേ ഗർഭോസായി വിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് ക്ഷീരോസായി വിഷ്ണു നമ്മുടെ സ്വേദദ്വീപിലെ പാലാഴിയില് ആ ക്ഷീരോസായി വിഷ്ണു വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് പരമാത്മാവിന്റെ രൂപത്തിലെ എല്ലാ ആറ്റത്തിനും എല്ലാ ജീവജാലങ്ങളിലും ഹൃദയത്തിൽ കുടികൊള്ളും എന്നാണ് ഇവിടെ പറയുന്നത്. സോ വിതൗട്ട് സ്പിരിച്വൽ കോണ്ടാക്ട് മാറ്റർ കനോട്ട് ക്രിയേറ്റ്. അപ്പൊ നമ്മളുടെ സയൻസ്, മണ്ടൈൻ സയൻസ് പഠിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്താണ്? ബിഗ് ബാങ് തിയറി, ഡാർവിന്റെ. ആ തിയറി ഇവിടെ റെഫ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് പ്രഭുപാദ പർപ്പോട്ടിൽ. അപ്പോ ഡിവോട്ടീസ് പറയുന്നത് ബിഗ് ബാങ് തിയറി അല്ല, ബിഗ് ബ്രെയിൻ തിയറിയാണ്. ശരിക്ക് എന്താണ്? ബിഗ് ബ്രെയിൻ തിയറി. അതായത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ പിന്നാലെ ബിഗ് ബ്രെയിൻ ആണ്, ബാങ് അല്ല. അതായത് എന്തെങ്കിലും സ്ഫോടനം സംഭവിച്ചാൽ അവിടെ കൺസ്ട്രക്ഷൻ അല്ല, ഡിസ്ട്രക്ഷൻ ആണ് നടക്കുക. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും സ്ഫോടനം? ഒരുപാട് സ്ഫോടനങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ കാണാനും കേൾക്കാനൊക്കെ പറ്റും. ആ സ്ഫോടനം സംഭവിച്ചിട്ട് എന്തെങ്കിലും കുറേ ക്ലസ്റ്റർ ഓഫ് ബിൽഡിങ്സ് അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ സംഭവിച്ചു, എവിടെയും കേൾക്കില്ല. സ്ഫോടനം പറഞ്ഞാൽ, എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ, ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്ട്രക്ഷൻ മാത്രമേ നടക്കുള്ളൂ. അപ്പോ ഒന്നുമില്ലാത്തൊരു സമയത്ത് ഒരു ബിഗ് ബാങ് വന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ക്രിയേഷനും ഇവിടുത്തെ ലിവിങ് എൻറ്റിസം എല്ലാം വന്നത്, എക്സിസ്റ്റൻസിൽ വന്ന് എന്നാണ് നമ്മുടെ ഡാർവിൻ തിയറി. അതിനെ റിഫ്യൂട്ട് ചെയ്യാണ്. അത് ബിഗ് ബാങ് അല്ല, ബിഗ് ബ്രെയിൻ ആണ്. അതിന്റെ പിന്നാലെ പ്രിസൈസ് എഞ്ചിനീയറിംഗ് ഉണ്ട്,
ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയാണ് ഭഗവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. സോ വിത്തൗട്ട് സ്പിരിച്വൽ കോണ്ടാക്ട് മാറ്റർ കനോട്ട് ക്രിയേറ്റ്. അതായത് മാറ്റർ എന്ന് പറഞ്ഞാൽ ജഡവസ്തു. ജഡവസ്തു സ്വന്തം തനിയെ സ്പിരിറ്റിനെ അല്ലെങ്കിൽ ലിവിങ് എൻറ്റിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ സ്പിരിറ്റ് എൻട്രി ചെയ്യുമ്പോഴാണ് ലിവിങ് എൻറ്റിറ്റീസ് സൃഷ്ടിക്കപ്പെടുന്നത്. ദിസ് പ്രിൻസിപ്പിൾ വാസ് ഫോളോഡ് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ക്രിയേഷൻ. ഓക്കെ, അപ്പൊ ഭഗവാൻ, അതായത് ഗർഭോസ വിഷ്ണു ബ്രഹ്മാവിനെ ക്രിയേറ്റ് ചെയ്തതും അങ്ങനെയാണ് അല്ലെ. ഭഗവാന്റെ ആ ശക്തി കൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടത്. ആ ബ്രഹ്മാവ് എന്താണ് അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കാരണം? സെക്കൻഡറി ക്രിയേഷന് വേണ്ടിയിട്ട്. പ്രൈമറി ക്രിയേഷനിലുള്ള ഒരു സൂപ്പർ സ്ട്രക്ചർ എല്ലാം ഭഗവാൻ ആൾറെഡി അവിടെ ഒരുക്കി കൊടുത്തു അല്ലേ. ഈ യൂണിവേഴ്സ് 14 പ്ലാനറ്ററി സിസ്റ്റം എല്ലാം ഒരുക്കി കൊടുത്തു. സൂപ്പർ സ്ട്രക്ചർ ബ്രഹ്മാവിനെ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഭഗവാൻ. പിന്നെ അതിന് അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഒരു ബിൽഡിങ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സിമെന്റ്, വുഡ്, അയണ്, ബ്രിക്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേണ്ടില്ലേ. അതേപോലെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രഹ്മാവിന് എന്താണ്, ആ കർമ്മത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവജാലങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന ശരീരം കൊടുക്കുക, ഒരു സെക്കൻഡറി ക്രിയേഷൻ. അതാണ് നമ്മൾ വിസർഗം എന്ന് പറയുന്നത്. സർഗം എന്ന് പറഞ്ഞാൽ പ്രൈമറി ക്രിയേഷൻ, വിസർഗം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ക്രിയേഷൻ. ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്താണ്, വീണ്ടും അത് ഒന്നും കൂടി ചർച്ച ചെയ്യുന്നത്, നമുക്ക് ഒന്നും കൂടി അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. The Supreme Spirit entered the universe and the first living being Brahma was born on the lotus flower, grown out of the transcendental abdomen of Vishnu. Vishnu is therefore known as Padmanabha. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ വേറൊരു പേരാണ് പത്മനാഭ. തൻ്റെ നാഭിയിൽ നിന്നാണ് പത്മം ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് പത്മനാഭ. ബ്രഹ്മ ഈസ് നോൺ ആസ് ആത്മഭൂ. ബ്രഹ്മാവിന് എന്താ പറയുന്നത്? ആത്മഭൂ, സ്വയം ജനിച്ചതാണ്. അതായത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലല്ല ജനിച്ചത്, ആത്മഭൂ. ബിക്കോസ് ഹി വാസ് ബിഗോട്ടൺ ഡയറക്ട്ലി ഫ്രം ദ ഫാദർ വിതൗട്ട് എനി കോണ്ടാക്ട് ഓഫ് മദർ ലക്ഷ്മിജി. നമുക്കറിയാം, അതായത് ഒരു കുട്ടികളെ ഉണ്ടാക്കണമെങ്കിൽ മെയിൽ ഫീമെയിൽ യൂണിയൻ വേണം, അല്ലാണ്ട് സംഭവിക്കില്ല. ഇവിടെ ബ്രഹ്മാവ് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്താണ്? ഓംനി പൊട്ടൻ്റ് ആണ്. ഭഗവാൻ ഓംനി പൊട്ടൻ്റ് ആണ്, ഓംനി പ്രസന്റ് ആണ്, ഓംനിസിയൻസ് ആണ്. എല്ലാ ശക്തിയും ഭഗവാനുണ്ട്. എന്ത് വേണമെങ്കിൽ ഭഗവാന് ചെയ്യാൻ പറ്റും. ഒന്നും സാധ്യമല്ലാത്തതില്ല. നമ്മളെ പോലെയല്ല, ഭഗവാൻ എന്ത് വേണം ചെയ്യാം. ഭഗവാൻ എന്ത് ചെയ്യുന്നു അതെല്ലാം ശരിയുമാണ്. സോ ലക്ഷ്മിജി വാസ് പ്രസന്റ് നിയർ നാരായണ, എൻഗേജ് ഇൻ ദ സർവീസ് ഓഫ് ദ ലോർഡ്, ആൻഡ് സ്റ്റിൽ വിതൗട്ട് കോണ്ടാക്ട് വിത്ത് ലക്ഷ്മിജി നാരായണ ബിഗോട്ട് ബ്രഹ്മ. അതായത് ലക്ഷ്മിജി അവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ടും ലക്ഷ്മിജിയുടെ സഹായമില്ലാതെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഭഗവാൻ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരാളുടെയും ആശ്രയവും സഹായവും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാം. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ഓരോരുത്തരുടെയും സഹായമില്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് omnipotency of the Lord. അതാണ് omnipotency. One who foolishly considers Narayana like other living beings should take a lesson from this. Narayana is not an ordinary living being. He is the personality of God himself, and he has all the potencies of all the senses in all parts of his transcendental body. Okay, അതായത് ഭഗവാന്റെ ട്രാൻസെൻഡന്റൽ ബോഡിയിലെ ദിവ്യദേഹത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് ഭഗവാനെ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അങ്കാനി യസ്യ സകല ഇന്ദ്രിയ വൃത്തി മന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സദുജ്ജല വിഗ്രഹസ്യ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഓരോ അംഗങ്ങളെ കൊണ്ട് മറ്റ് അംഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ സൃഷ്ടി നടത്തിയത് തന്നെ ഗ്ലാൻസ് കൊണ്ടാണ്, ദൃഷ്ടി കൊണ്ടാണ്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ചെവി കൊണ്ട് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഭഗവാന്റെ അംഗങ്ങളല്ല, എല്ലാം ഇന്റർചേഞ്ചബിൾ ആണ്. ഭഗവാന്റെ സെൻസസ് എല്ലാം ഇന്റർചേഞ്ചബിൾ ആണ്. ഏത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ that is the omnipotency of the Lord. One who foolishly considers Narayana
like other living beings, should take a lesson from this. Narayana is not an ordinary living being. He is the personality of Godhead himself, and he has all the potencies of all the senses in all parts of his transcendental body. അതുകൊണ്ടാണ് ഭഗവാനെ പൂർണ്ണം എന്ന് പറയുന്നത്. എബ്സല്യൂട്ട് ട്രൂത്ത്. നമ്മൾ എബ്സല്യൂട്ട് ട്രൂത്ത് പറയില്ല. An ordinary living being begets a child by sexual intercourse, and he has no other means to beget child other than the one designed for him. Okay, നമ്മളൊന്നും അതായത് യൂണിയൻ ഇല്ലാണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല കുട്ടികളെ. But Narayana, being omnipotent, is not bound to any condition of energy. He is complete and independent to do anything and everything by his various potencies, very easily and perfectly. Brahma is therefore directly the son of the Father and was not put into the womb of the mother. നമ്മളെ പോലെ അമ്മയുടെ ഉദരത്തിലല്ല, അമ്മയുടെ ഗർഭപാത്രത്തിലല്ല ബ്രഹ്മാവ് ജനിച്ചിരിക്കുന്നത്. ഭഗവാൻ ഡയറക്ട്ലി ആണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. Therefore, he is known as Atmabhu. This Brahma is in charge of further creations in the universe. നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രഹ്മാവ് വിസർഗം, സെക്കൻഡറി ക്രിയേഷൻ. ശ്രീമദ് ഭാഗവതത്തില് 10 ടോപ്പിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീത 5 എണ്ണം അല്ലെ, ശ്രീമദ് ഭാഗവതത്തിൽ 10 എണ്ണം. ആർക്കെങ്കിലും അറിയാൻ പറ്റൂ? ആർക്കെങ്കിലും അറിയോ ഇത് 10 എണ്ണം എന്താണ്? 10 ടോപ്പിക്സ് ഭാഗവതത്തിലുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം അറിയാം. അത്ര സർഗോ വിസർഗച്ച സ്ഥാനം പോഷണമോദയ മന്വന്തരേണുകഥ നിരോധോ മുക്തിരാശ്രയ. മന്വന്തര ഈശാനുകഥ നിരോധ മുക്തിരാശ്രയ. ഇത് 10 ടോപ്പിക്. അപ്പൊ അതില് അത്ര സർഗ വിസർഗ. അപ്പൊ സർഗം ചെയ്യുന്നത് പ്രൈമറി ക്രിയേഷൻ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ, അതായത് യൂണിവേഴ്സലിന്റെ സൂപ്പർ സ്ട്രക്ചർ എല്ലാം ഉണ്ടാക്കി കൊടുത്തത് ഭഗവാൻ തന്നെയാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ട് ഭഗവാൻ ബ്രഹ്മാവിനെ ഓത്തറൈസ് ചെയ്തു സെക്കൻഡറി ക്രിയേഷന് വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്. അപ്പൊ ആ 10 ടോപ്പിക്കിൽ ആദ്യത്തെ 2 ടോപ്പിക് പറഞ്ഞാൽ സർഗ വിസർഗ. സർഗ ഭഗവാൻ ചെയ്യുന്നു, വിസർഗ ബ്രഹ്മാവ് ചെയ്യുന്നു. അതാണ് സെക്കൻഡറി ക്രിയേഷൻ എന്ന് പറയുന്നത്. This Brahma is the charge of further creation in the universe. Secondly, reflected by the potency of the omnipotent. Within the halo of the universe, there is a transcendent planet known as Svetadvipa, which is the abode of the Kshirodsayi Vishnu, the Paramatma feature of the Supreme Lord. നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തില്, ഈ യൂണിവേഴ്സിലെ ശ്വേതദ്വീപ എന്ന സ്ഥലത്താണ് ഗർഭോസായി വിഷ്ണുവിന്റെ ആ എക്സ്പാൻഷൻ ആയിട്ടുള്ള ക്ഷീരോസായി വിഷ്ണു ശയിക്കുന്നതും, ആ ക്ഷീരോസായി വിഷ്ണുവിന്റെ ഫർദർ എക്സ്പാൻഷൻ ആണ് പരമാത്മാവായിട്ട് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നത് അല്ലെ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടു. സർവസ്യ, മനുഷ്യർ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് അല്ലെങ്കിൽ പറയാമായിരുന്നു മനുഷ്യരുടെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു. സർവസ്യ ചാഹം, എല്ലാ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഇവിടെ ഉണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ ക്ഷീരോസായി വിഷ്ണുവാണ് പരമാത്മാവായിട്ട് എല്ലാ ജീവജാലങ്ങളും ഉള്ളത്. Whenever there is a trouble in the universe that cannot be solved by the administrative demigods, they approach Brahmaji for solution. അപ്പോൾ എപ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങൾ, അതായത് ദേവി ദേവതമാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ്, ബ്രഹ്മാജി ഈ ശ്വേതദ്വീപിൽ പോയിട്ട് ക്ഷീരോസായി വിഷ്ണു കണ്ട് സമർപ്പണം ചെയ്യും പ്രശ്നങ്ങൾ. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം ഭഗവാൻ കൊടുക്കും ചെയ്യും അല്ലെ. അതാണ് പറയുന്നത്. സോ whenever there is a trouble in the universe that cannot be solved by the administrative demigod, they approach Brahmaji for a solution. And if it is not to be solved even by Brahmaji, then Brahmaji consult and prays to the Kshirodsayi Vishnu for an incarnation and solution to the problem. ബ്രഹ്മാജിക്കും മറ്റു ദേവി ദേവതമാർക്കും അത് പരിഹാരം കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അപ്പൊ മാത്രമാണ് ഭഗവാനെ അവർ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്താണ് അവതാരങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഈ അവതാരങ്ങളെല്ലാം വരുന്നത്, അപ്പൊ ഈ ഭൂമിയിൽ ഒരുപാട് അവതാരങ്ങൾ. അപ്പൊ ഏത് വിഷ്ണുവിൽ നിന്നാണ് ഈ അവതാരങ്ങളെല്ലാം വരുന്നത്? ഗർഭോസായി ആണോ? ക്ഷീരോദകശായി വിഷ്ണു എന്ന് വരുന്നത്, പക്ഷെ അതിന്റെ സോഴ്സ് തീർച്ചയായും സോഴ്സ് അങ്ങനെ നോക്കുമ്പോ കൃഷ്ണനാണ്. ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോ ക്ഷീരോദസായി വിഷ്ണു. ഓക്കെ,
അപ്പോൾ ക്ഷീരസായി വിഷ്ണു എന്നാണ് എല്ലാ അവതാരങ്ങളും വരുന്നത്. Such a problem arose when Kamsa and others were ruling over the earth, and the earth became too much overburdened by the misdeeds of the Asuras. അപ്പൊ അങ്ങനത്തെ ഒരു സമയമായിരുന്നു കംസൻ ഭരിച്ചിരുന്ന സമയത്ത്, അസുരനായിട്ടുള്ള കംസൻ. Brahmaji, along with other demigods, prayed at the shore of the Kshirodaka ocean. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീരസാഗരത്തിൽ ചെന്നിട്ടാണ് അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ബ്രഹ്മാജിയുടെ കൂടെ മറ്റുള്ള ദേവി ദേവതമാരുണ്ട്. And they were advised of the descent of Krishna as the son of Vasudeva and Devaki. So some people say that the Lord appeared because of the prayers of Brahmaji. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഭഗവാൻ ദേവകിയുടെയും വസുദേവന്റെയും മകനായിട്ട് ജനിച്ചു. ഇതാണ് ചില ആൾക്കാരുടെ അഭിപ്രായം. അങ്ങനെ 6 അഭിപ്രായങ്ങളും ഇവിടെ പറഞ്ഞു. ഓരോരുത്തരുടെ അഭിപ്രായം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം. ഇതെല്ലാം ശരിയാണ്, ഇതൊന്നും തെറ്റല്ല അല്ലേ? ഈ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ അതെല്ലാം സെക്കൻഡറി ആണെന്ന് മാത്രം. അതെല്ലാം എന്താണ്? എക്സ്റ്റേണൽ ആണ്. ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അത് എസോട്രിക് ആയിട്ടുള്ളത് ഇനി വരാൻ വന്നു. മെയിൻ ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള കാര്യം ഈ ശ്ലോകത്തിൽ പറയും. 35 ഭവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭി ശ്രവണാസ്മരണാർഹാനി കരിഷ്യം ഇതി കേചന. ഭവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭി ശ്രവണാസ്മരണാർഹാനി കരിഷ്യൻ ഇതി കേചന. ആരെങ്കിലും റിസൈറ്റ് ചെയ്യൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാകാമകർമ്മഭിः ശ്രവണസ്മരണാർഹാണി കരിഷ്യന്തി കേചന. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ഭൗതിക വ്യതകളാൽ ക്ലേശിക്കുന്ന ബദ്ധജീവാത്മാക്കൾ മുക്തിപ്രാപ്തമാക്കുവാൻ പ്രയോജനപ്പെടുത്താനായി ശ്രവണം, സ്മരണം, ആരാധന ഇത്യാദിയായ ഭക്തിയുടെ സേവന മാർഗത്തെ പുനരുജ്ജീവിപ്പിക്കുവാനാണ് അങ്ങ് അവതരിച്ചതെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. ഹരേ കൃഷ്ണ. Very good. And yet others say that you appeared for the sake of rejuvenating the devotional service of hearing, remembering, worshipping, and so on, in order that the conditioned souls suffering from material pangs might take advantage and gain liberation. Okay. അപ്പൊ എന്താണ് പറയുന്നത്? എന്നിട്ടും മറ്റു ചിലർ പറയുന്നു അങ്ങയുടെ ഈ അവതാരം എന്തിനാണ്? ഡിവോഷണൽ സർവീസ്. എന്താണ് ഡിവോഷണൽ സർവീസ്? നവവിധ ഭക്തി. എന്തിനാണ് നമ്മൾ ഭക്തി ചെയ്യുന്നത്? ഭക്തി മാർഗത്തിലൂടെ നമ്മൾ എന്തിനാണ് സഞ്ചരിക്കുന്നത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം അല്ലെ? ഈ 9 വിധത്തിലുള്ള ഡിവോഷണൽ സർവീസ്. ഇതാരാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? പ്രഹ്ലാദ് മഹാരാജ് അല്ലെ? പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് കൗമാരം ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മാനുഷ്യം ജന്മ തദപി അധ്രുവമാർത്ഥതം. കൗമാരത്തിൽ ചെയ്യണത് തുടങ്ങണം. കൗമാരത്തിൽ കാരണം 60 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല, നമ്മുടെ ത്രോട്ട് ചോക്കാണ്, സംസാരിക്കാൻ പറ്റില്ല, നമ്മളുടെ എല്ലാ ഫാക്കൽറ്റീസും ഇൻവാലിഡ് ആവും ഏജ് ആയി കഴിഞ്ഞാൽ അല്ലേ? നമ്മളുടെ ഓർമ്മശക്തി പോയി, നമുക്ക് ഫിസിക്കൽ ശക്തി ഉണ്ടായിരിക്കില്ല, എല്ലാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാനോ, എന്ത് ഭഗവാനെ പ്രാർത്ഥിക്കാനോ? അപ്പൊ ഇത് കുട്ടിക്കാലം മുതൽക്കേ തുടങ്ങണം. അതാണ് കൗമാരം. ഏകദേശം 5 വയസ്സ് മുതൽ തന്നെ നമ്മളിത് നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ഭക്തിയെ പറ്റിയിട്ട്. ഇതാണ് നമ്മുടെ പ്രൈമറി. നമുക്ക് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെയോ വന്നു പെട്ടു, നമ്മളുടെ കാരണം തന്നെയാണ്. തിരിച്ച് നമ്മളുടെ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഇവിടെ ഭഗവാൻ ഈ അവതാരത്തിലൂടെ നമുക്ക് പറഞ്ഞത്. അപ്പൊ അതിനുള്ള ആ ഒരു പ്രക്രിയ, ആ ഒരു പദ്ധതി, ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് ഭഗവാൻ. അതാണ് ഇന്റേണൽ റീസൺ ഫോർ ഡിവോഷണൽ സർവീസ് ഓഫ് ഹിയറിംഗ്, റിമെമ്പറിംഗ്, worshipping and so on, in order that the conditioned souls suffering from material pangs. നമ്മളെല്ലാം ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ദുഃഖാലയം അശാശ്വതം അല്ലെ?
ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷ അനുദർശനം. അപ്പൊ ജന്മ മൃത്യു ജരാവ്യാധി, ഓക്കെ, ദുഃഖ ദോഷ അനുദർശനം, ഇത് നമ്മളെ വീണ്ടും വീണ്ടും നമ്മളെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജന്മത്തിൽ മാത്രമല്ല, എത്രയോ ജന്മങ്ങൾ നമ്മൾ അനുഭവിച്ചു. അപ്പൊ ഈ നമ്മള് വീണ്ടും അതേ പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വീണ്ടും ഇനി എത്ര ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ദുഃഖാലയമായിട്ടുള്ള ആശ്വാസമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തില് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ആ വൈകുണ്ഠത്തില്, വൈകുണ്ഠ എന്ന് പറഞ്ഞാൽ കുണ്ഠിതമില്ലാത്ത ആ സ്ഥലത്തേക്ക്, ഭഗവാന്റെ സ്ഥലത്തേക്ക്, ഭഗവാനെ സേവിച്ച് ആനന്ദമയത്തോടു കൂടി നമുക്ക് ജീവിച്ചുകൂടെ? അതിനുള്ള ഒരു അവസരം നമുക്ക് ഭഗവാൻ ഒരുക്കി തരാണ്. റിജുവിനേറ്റിംഗ് ദ ഡിവോഷൻ സർവീസ്. അപ്പൊ അത് ഇങ്ങനെ ഹിയറിംഗ്, റിമെമ്പറിംഗ് ആൻഡ് വേർഷിപ്പിംഗ്, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം എന്നീ നവവിധ ഭക്തിയിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട്, സരളമായിട്ട് അത് നമുക്ക് ലഭ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തീർച്ചയായിട്ടും അതിന് നമ്മളെ മാക്സിമം ഉപയോഗിക്കണം, ഈ പ്രോസസ്സ്, നവവിധ ഭക്തി. ഓക്കെ, പ്രഭാത നല്ലൊരു ഇത് പറയുന്നുണ്ട്, മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ ബാഡ് ബാർഗെയിൻ. ഓക്കെ, നമുക്ക് ബാഡ് ബാർഗെയിൻ എന്ന ഈ ജീവിതം, ഈ മനുഷ്യ ശരീരം അല്ലെങ്കിൽ മറ്റുള്ള ശരീരങ്ങളെല്ലാം ബാഡ് ബാർഗെയിൻ ആണ്. പക്ഷെ അങ്ങനെ ഒരു ശരീരം കിട്ടിയിട്ട് കുഴപ്പമില്ല. ഓക്കെ, ഒരു നഷ്ടക്കച്ചവടം നമ്മൾ ചെയ്ത് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള സച്ചിദാനന്ദമായിട്ടുള്ള ശരീരം നമ്മൾ കളഞ്ഞ് നമ്മളെ ഒരു ഭൗതികമായിട്ടുള്ള ശരീരം ആണ് നമ്മള് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതൊരു നഷ്ടക്കച്ചവടമല്ലേ? ഇറ്റ്സ് എ ബാഡ് ബാർഗെയിൻ. അപ്പൊ ആ ബാഡ് ബാർഗെയിൻ ഓക്കെ, കുഴപ്പമില്ല, ബട്ട് മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ്. അതിനെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കണം? തിരിച്ച് ഭഗവാന്റെ ഭക്തി മാർഗത്തിലൂടെ തിരിച്ച് നമ്മളുടെ ആധ്യാത്മിക ലോകത്തിൽ എത്താം. അവിടെ ചെന്നാൽ നമുക്ക് നമ്മുടെ സ്വരൂപം കിട്ടും, സച്ചിദാനന്ദമായിട്ടുള്ള ദിവ്യ സ്വരൂപം നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഭഗവാനെ ഓരോരുത്തരുടെയും ആ ഭാവമനുസരിച്ചിട്ടുള്ള ആ രസത്തിൽ ഭഗവാനെ നമുക്ക് സേവിക്കാൻ പറ്റും. സോ ഇൻ ദ ശ്രീമദ് ഭഗവത് ഗീത, ദ ലോർഡ് അസേർട്സ് that he appears in every millennium just to re-establish way of religion. നമ്മൾ നേരത്തെ പറഞ്ഞു, യഥാ യഥാ ഹി ധർമ്മസ്യ പരിത്രാണായം എല്ലാം പറഞ്ഞു. So the way of religion is made by the Supreme Lord. No one can manufacture a new path of religion as is the fashion for creation for certain ambitious person. നമുക്ക് റിലീജിയസ് കോഡ്സ്, ധർമ്മങ്ങളെ സൃഷ്ടിക്കാനോ ഉണ്ടാക്കാനുള്ള കഴിവില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈവൻ ദ മെറ്റീരിയൽ വേൾഡിലുള്ള ഭൗതിക തലത്തിലുള്ള യമനിയമം, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് പെർഫെക്റ്റ് അല്ല. ഇവിടെ നമ്മൾ ഭൗതിക ലോകത്തിലെ ഒരു സ്റ്റേറ്റില് ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആണോ? അല്ല. എന്തുകൊണ്ട് അത് പെർഫെക്റ്റ് അല്ല? നേരെ മറിച്ച് ഭഗവാൻ തൻ്റെ സ്ക്രിപ്റ്റേഴ്സിൽ തന്നിരിക്കുന്ന, തൻ്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ലെങ്കിലും കൂടി അത് 100% പെർഫെക്റ്റ് ആണ്. നമ്മളുടെ ബുദ്ധിയില്ലായ്മ അതുകൊണ്ട് അത് പെർഫെക്റ്റ് ആയി തോന്നില്ല, ഇത് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഭൗതിക ലോകത്തിലുള്ള എന്തൊരു സിവിൽ ലോസോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ എടുത്താൽ അത് പെർഫെക്റ്റ് അല്ല. എന്തുകൊണ്ടാണ് അത് പെർഫെക്റ്റ് അല്ലാത്തത്? എന്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പെർഫെക്റ്റ് അല്ല? നമ്മള് അപൂർണരല്ലേ? നമ്മള് 3 ഗുണങ്ങളിൽ അധീനപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ ഈ 3 ഗുണങ്ങളിൽ അധീനപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് 4 ഡിഫക്ട്സ് ഉണ്ട്. എന്താണ് 4 ഡിഫക്ട്സ്? ബുദ്ധിയില്ലായ്മ, 4 ഡിഫക്ട്സ്. അല്ലല്ല 4 ഡിഫക്ട്സ്. നമുക്ക് 4 ഡിഫക്ട്സ്. ഈ 3 ഗുണത്തിലും അധീനമായിട്ട് നിൽക്കുന്ന നമുക്ക് 4 ഡിഫക്ട്സ് ഒരു മാതാജി പറഞ്ഞു. അതായത് നമ്മുടെ ബുദ്ധി അപൂർവമാണ്, ഇന്റലിജൻസ് അതല്ല, 4 എണ്ണം അങ്ങനെയല്ല. ഒരു മാതാജി 2 എണ്ണം കാര്യങ്ങൾ ശരിയായിട്ട്, വേറെ 2 എണ്ണം സെൻസസ് ആർ ഇംപെർഫെക്റ്റ്. തെറ്റ് ചെയ്യാനുള്ള പ്രവണത. യെസ്, imperfect senses.
cheating propensity, Yes. Cheating propensity. Committing ചതിക്കാനുള്ള mistakes. പ്രവണത. illusion, Yes. അപ്പൊ ഈ നാലെണ്ണം, അതായത് imperfect senses, okay, subject to be illusion, cheating propensity, and what is that? Other one? നാലാമത്തെ എന്താ? Illusion. illusion. അപ്പൊ ഈ നാലെണ്ണം കാരണം നമ്മളുടെ സെൻസസ് ഇംപെർഫെക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളും അതിൽ ഇംപെർഫെക്ഷൻ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ സൂര്യന്റെ നമ്മുടെ സെൻസസ് ഇംപെർഫെക്റ്റ് ആയി, കണ്ണിന്റെ ഇംപെർഫെക്ഷൻ ഞാൻ പറയാണ്. സൂര്യൻ എത്ര വലുപ്പമുണ്ട്? നമുക്കൊരു പപ്പടത്തിന്റെ വലുപ്പത്തിലാണ് കാണുന്നത്. സൂര്യന്റെ വലുപ്പം അത്രയാണോ? സൂര്യനെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കണ്ണുകൊണ്ട്. അതിന്റെ വലുപ്പം എത്രയാണ്? ഒരു പപ്പടത്തിന്റെ വലുപ്പം. സൂര്യന്റെ വലുപ്പം ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ലേ? അപ്പൊ സൂര്യനെ നമ്മൾ നമ്മുടെ കണ്ണുകളെ കൊണ്ട് വീക്ഷിക്കുന്നു. ആ സൂര്യന്റെ വലുപ്പം ഒരു പപ്പടത്തിന്റെ വലുപ്പമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ചന്ദ്രനെ. അതിന്റെ വലുപ്പം അത്രേ ഉള്ളൂ? അല്ലല്ലോ. അല്ല. ആ, ഹരേ ഹരേ കൃഷ്ണ, Hare Krishna, ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭു. ഓക്കെ, നെറ്റ് ഒന്ന് പോയി വന്നു ഇപ്പോ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഇംപെർഫെക്റ്റ് സെൻസ് കണ്ണിനെ നോക്കുക. അപ്പോൾ നമ്മൾ സൂര്യനെ കാണുന്നു അല്ലെങ്കിൽ ചന്ദ്രനെ കാണുന്നു, ഒരു പപ്പടത്തിന്റെ വലുപ്പം ഉണ്ടാവുള്ളൂ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ. പക്ഷെ സൂര്യന്റെയും ചന്ദ്രന്റെയും ആ വലുപ്പം അത്രേ ഉള്ളൂ? അല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ പെർഫെക്ഷൻ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? നമ്മളിപ്പോ ഞാൻ ഒരു റൂമിൽ ഇരുന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നു, മറ്റുള്ള റൂമിലുള്ള ആൾക്കാർക്ക് അത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. നമ്മുടെ സൗണ്ട്, അതിന്റെ ആ പൊട്ടൻസി എത്രയുണ്ട്? അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഇംപെർഫെക്റ്റ് സെൻസസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ഡിഫക്റ്റ് വരും. പിന്നെ നമ്മൾ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യും, പിന്നെ നമ്മൾ മിസ്റ്റേക്സ് വരുത്തും. പർപ്പസ്ലി ചീറ്റ് ചെയ്യും, മിസ്റ്റേക്ക് വരുത്തും, പിന്നെ നമ്മൾ ഇല്യൂഷനിലാവും. ഈ 4 ഡിഫക്ട്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്കും ഇതെല്ലാം ബാധകമാണ്. അത് 100% പെർഫെക്റ്റ് ആയിക്കോണമെന്നില്ല. അതിലും ഫ്ലോസ് ഉണ്ടാവും, മിസ്റ്റേക്സ് ഉണ്ടാവും, ഇറേഴ്സ് ഉണ്ടാവും. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇവിടെ നമ്മൾ നിർത്തി. The factual way of religion is to accept the Lord as the supreme authority and thus render service unto him in spontaneous love. അപ്പോൾ ശരിക്കുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പരമ ദിവ്യോത്തമ പുരുഷനായിട്ടോ പൂർണ്ണ പുരുഷോത്തമ ഭഗവാനായിട്ട് കാണുക, അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശങ്ങളെ നമ്മൾ അനുസരിക്കുക. എങ്ങനെ? എന്നിട്ട് രാഗാനുഗ ഭക്തിയിൽ നമ്മൾ ഭഗവാനെ സേവിക്കുക. അതാണ് ശരിക്കുള്ള ധർമ്മം എന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. എ ലിവിംഗ് ബീയിങ് cannot help but render service because is constitutionally made for that purpose. അതായത് നമ്മളെല്ലാം ഭഗവാന്റെ സേവകന്മാരാണ്. ജീവേരെ സ്വരൂപഹോയെ കൃഷ്ണേര നിത്യദാസ് എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. നമ്മളുടെ സ്വരൂപം തന്നെ ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈവൺ അതർവൈസ് നമ്മൾ മെറ്റീരിയലി തിങ്കൾ നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കുന്നില്ല. എല്ലാവരും നമ്മൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? ഭാര്യ ഭർത്താവിനെ സേവിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സേവിക്കുന്നു, അച്ഛനും അമ്മയും മക്കളെ സേവിക്കുന്നു, മക്കൾ അച്ഛനെ സേവിക്കുന്നു, ഓക്കെ. ഗവൺമെന്റ് പ്രജകളെ സേവിക്കുന്നു, പ്രജകൾ ഗവൺമെന്റിനെ സേവിക്കുന്നു. അതായത് സേവിക്കാതെ ഒരു നിമിഷം പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്കുള്ള സേവനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണലി മെയ്ഡ് ഫോർ ദാറ്റ് പർപ്പസ്. എന്താണ്? രാഗാനുഗ ഭക്തിയിലെ ഭഗവാനെ സേവിക്കുക എന്നുള്ള നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. അതാണ് നമ്മളുടെ പരോധർമ്മം. മറ്റതെല്ലാം സാമാന്യ ധർമ്മങ്ങളാണ്. അപ്പൊ നമ്മള് പരോധർമ്മം ചെയ്യണം. അതാണ് സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മ സുപ്രസിദ്ധതി എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ വ്യാസദേവൻ തന്നെ പറയുന്നത്.
So the only function of the living being is to render service to the Lord. The Lord is great and living beings are subordinate to him. Therefore, the duty of the living being is just to serve him only. Unfortunately, the illusion living beings, out of misunderstanding only, become servants of the senses by material desire. അപ്പോൾ നിർഭാഗ്യവശാൽ നമ്മളെ ആരെയാണ് സേവിക്കുന്നത്? നമ്മളുടെ ഇന്ദ്രിയങ്ങൾ തന്നെ നമ്മൾ സേവിക്കുന്നത്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷേ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഋഷികേന ഋഷികേശ സേവനം ഭക്തി രുച്ചത എന്നാണ് പറയുന്നത്. ഋഷികേന ഋഷികേശ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ, അതായത് ഇന്ദ്രിയങ്ങളുടെ മാസമായിട്ടുള്ള ഋഷികേശിനെ നമ്മൾ തൃപ്തിപ്പെടുത്തണം. അതാണ് വേണ്ടത്. അതിന് പകരം നമ്മൾ നമ്മളെ തന്നെ ഇന്ദ്രിയങ്ങളെ സേവിക്കുകയാണ്. അതാണ് നമ്മുടെ നിർഭാഗ്യം എന്നാണ് പറയുന്നത്. അപ്പോ അൺഫോർച്ചുനേറ്റ്ലി ദ ഇല്യൂഷൻ ലിവിംഗ് ബീങ്സ് ഔട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓൺലി ബിക്കം സെർവൻസ് ഓഫ് ദ സെൻസസ് ബൈ മെറ്റീരിയൽ ഡിസയർ. ഇതെല്ലാം നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം എന്താണ് അറിയാത്ത ആൾക്കാരാണ് നമ്മളെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ മാത്രം പോരാ, എക്സ്റ്റെൻഡഡ് ഇന്ദ്രിയങ്ങളും എക്സ്റ്റെൻഡഡ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? അവനവൻ്റെ തന്നെ ശരീരം, അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ്, ഭാര്യ, ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ, അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പിന്നെ റിലേറ്റീവ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ്, പിന്നെ സൊസൈറ്റി, പിന്നെ നേഷൻ. ഇതെല്ലാം എക്സ്റ്റെൻഡഡ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഭഗവാനെ സാധാരണ പ്രാർത്ഥിക്കാറ്. അതല്ല വേണ്ടത്. ഭക്തിയുത സേവനത്തിന് വേണ്ടിയും കൃഷ്ണ ഭക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു ജന്മം കിട്ടാതിരിക്കൂ. നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. വീണ്ടും ജനന മരണ പ്രക്രിയ കൂടെ നമ്മൾ പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. സോ ദ ഡിസൈർ ഈസ് കോൾഡ് അവിദ്യ. അപ്പോ ഈ ആഗ്രഹങ്ങൾ എന്താണ്? അവിദ്യ ഓർ നേസിയൻസ്. എന്തുകൊണ്ടാണ് അവിദ്യ എന്ന് പറയാൻ കാരണം? അതുകൊണ്ട് നമ്മളുടെ ശാരീരിക സുഖങ്ങൾ മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. തിരിച്ച് ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പോ മിക്ക ആൾക്കാരും എന്താണ്? ശാരീരിക അവബോധത്തിലാണ്. അപ്പൊ ആ ശാരീരിക അവബോധത്തിൽ നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് മാറണം. ഷിഫ്റ്റ്, ഒരു പാരഡൈം ഷിഫ്റ്റ്. അങ്ങനെ നമുക്ക് സാധിച്ചാൽ, ഈ തത്വങ്ങളെല്ലാം മനസ്സിലാക്കി ഇത് ഉൾക്കൊണ്ട് അങ്ങനെ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ജന്മം നമ്മുടെ അവസാനമായിരിക്കും. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് ഔട്ട് ഓഫ് സച്ച് ഡിസയർ ദ ലിവിംഗ് ബീയിങ് മേക്സ് ഡിഫറെന്റ് പ്ലാൻസ് ഫോർ മെറ്റീരിയൽ എൻജോയ്മെന്റ് സെന്റേർഡ് അബൌട്ട് എ പെർവേർട്ടഡ് സെക്സ് ലൈഫ്. നമ്മളെല്ലാം ഈ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെ, ഇച്ഛകളെ അത് സബലീകരിക്കാൻ വേണ്ടിയിട്ട്, പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത്. അതില് ഏറ്റവും നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് പെർവേർട്ടഡ് സെക്സ് ലൈഫ്. അത് ആധ്യാത്മിക ലോകത്തില് എന്താണോ സ്നേഹം, ലവ് എന്നുള്ളത്, ഇവിടെ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ അതിന്റെ പെർവേർട്ടഡ് റിഫ്ലക്ഷൻ ആണ് ലസ്റ്റ്. ഓക്കെ, അതാണ്. അപ്പോൾ അവിടെ എന്താണോ ഉള്ളത് അതിന്റെ പെർവേർട്ടഡ് റിഫ്ലക്ഷൻ, ഒരു തല തിരിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ശരിക്കുള്ളതല്ല. ഇവിടെ എല്ലാം പെർവേർട്ടഡ് ആണ്. So he therefore becomes entangled in the chain of birth and death by transmigrating into different bodies of different planets under the directions of Supreme Lord. അതായത് ഭഗവാന്റെ നേതൃത്വത്തിലാണ്, ഭഗവാന്റെ അധ്യക്ഷതയിലാണ് നമ്മളെല്ലാം ഈ ജനന മരണ പ്രക്രിയ കൂടെ പല പല യോനികളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്, അല്ലേ? ഭഗവാന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ എൻടാങ്കിൾ ആവുകയാണ്, ഈ കുരുക്കില് പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. എൻടാങ്കിൾ ഇൻ ദ ചെയിൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ജന്മ മൃത്യു ജരാ വ്യാധിയിൽ നമ്മൾ എൻടാങ്കിൾ ആവണം. എങ്ങനെ? ബൈ ട്രാൻസ്മൈഗ്രേറ്റിംഗ്. അതായത് ഒരു യോനിയിൽ നിന്ന് മറ്റൊരു യോനിയിലേക്ക് നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ദേഹം എടുത്ത് പോകുന്നു. ട്രാൻസ്മൈ ഇൻ ടു ഡിഫറെന്റ് ബോഡീസ്. 84 ലക്ഷം ശരീരങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതിൽ ഏതെങ്കിലും ശരീരം നമുക്ക് കിട്ടും നമ്മളുടെ ഇച്ഛ അനുസരിച്ചിട്ട്, നമ്മളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ ഒരു പ്ലാനറ്റിൽ മാത്രമല്ല,
പല പ്ലാനറ്റിലും പല യൂണിവേഴ്സസിലും നമുക്ക് പോവാം. Transmigrating into different bodies on different planets under the direction of the Supreme Lord. ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതെല്ലാം ഭഗവാന്റെ ഡയറക്ഷനിലാണ് സംഭവിക്കുന്നത് അല്ലേ? Unless therefore one is beyond the boundary of this nascence, one cannot get free from the threefold miseries of material life. That is the law of nature. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മറികടന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ത്രീ-ഫോൾഡ് മിസറീസ്. എന്താണ് ത്രീ-ഫോൾഡ് മിസറീസ് പറഞ്ഞാൽ? ആധ്യാത്മിക്, ആദിദേവിക്, ആദിഭൗതിക്. ഈ 3 ത്രിവിധ ക്ലേശങ്ങൾ നമുക്ക് മറികടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭഗവാനെ ശരണം പ്രാപിക്കന്നെ വേണം, അല്ലാതെ യാതൊരു വഴിയില്ല. കർമ്മണ ദൈവനേത്രേന എന്നാ പറയുന്നത്. അപ്പൊ കർമ്മണ നമ്മുടെ കർമ്മം കൊണ്ടും ദൈവത്തിന്റെ നേതൃത്വത്തിലും ദൈവത്തിന്റെ അധ്യക്ഷതയിലുമാണ് നമ്മുടെ നമുക്ക് ദേഹം കിട്ടുന്നത് ആണ് പറയുന്നത്. So that's the law of nature. The Lord, however, out of his causeless mercy, because he is more merciful to the suffering living beings than they can expect, appears before them and renovates the principle of devoted service comprised of hearing, chanting, remembering, serving, worshipping, praying, cooperating and surrendering unto him. അപ്പോ ഭഗവാന്റെ കൃപ കൊണ്ടാണ്, അഹൈത്തുകി കൃപയാണ്, നമ്മൾ അറിയിക്കുന്നില്ല, എന്നാലും ഭഗവാന്റെ ആ കമ്പാഷൻ കാരണം ഭഗവാൻ സ്വയം ഇവിടെ അവതരിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സിനെ ഇവിടെ അയക്കുന്നു നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നേർവഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേർവഴി കാണിച്ചു തന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? നമുക്ക് ഭൗതിക തലത്തില് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റേ ഭഗവാന്റെ കാര്യത്തിൽ സെക്കൻഡറി ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ ആക്ച്വലി എന്താണ് പ്രൈമറി ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്? തിരിച്ച് ഭഗവത് ധാമിൽ പോവുക, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവുക. പക്ഷെ അത് മറന്ന് നമ്മളെ ഭൗതിക തലത്തിലുള്ള ചെറിയ സെൻസ് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നിവാരണം എങ്ങനെ നമുക്ക് സംഭവിക്കാം, നമുക്ക് അത് സാധിച്ചെടുക്കാം. അപ്പൊ ഈ തത്വങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ തിരിച്ച് നമ്മുടെ ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റും. അതാണ് ഇവിടെ പ്രഹ്ലാദ് മഹാരാജിന്റെ ആ കാര്യങ്ങൾ പറയുന്നത്. ഹിയറിംഗ്, ചാൻഡിങ്, അതായത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, ബന്ധനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറയുന്നു. അഡോപ്ഷൻ ഓഫ് ഓൾ ദ അബവ് മെൻഷൻഡ് ഐറ്റംസ്, ഈ 9 ഐറ്റംസും ഓർ എനി വൺ ഓഫ് ദം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്, can help a conditioned soul get out of the tangle of nascence and thus become liberated from all material sufferings created by the living being, illusioned by the external energy. അപ്പോൾ ഇത് 9 നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ടും ഭഗവത് ധാമിലേക്ക് തിരിച്ചു പോകാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ 9 ഭക്തിയും പ്രാക്ടീസ് ചെയ്ത ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. ആ ഡിവോട്ടി ആരാണ്? അംബരീഷ് മഹാരാജ്. അംബരീഷ് മഹാരാജ്. നമുക്ക് അംബരീഷ് മഹാരാജാവിനെ പറ്റിയൊന്നും ആവാൻ പറ്റില്ല അല്ലേ? പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു ശ്രവണം, അറ്റ്ലീസ്റ്റ് ശ്രവണം ശ്രവിച്ചെങ്കിൽ നമുക്ക് പെർഫെക്ഷൻ സ്റ്റേജ്, കീർത്തനം അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിച്ച് നമുക്ക് പെർഫെക്ഷൻ, പാദസേവനം, അങ്ങനെ ഏതെങ്കിലും എന്താണെന്ന് സഖ്യത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ആ തലത്തിൽ എത്തിയിട്ടില്ല അല്ലേ? ആത്മനിവേദനത്തിനും നമ്മൾ എത്തിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ ആദ്യത്തെ 3-4 പടികൾ കൂടെ നമുക്ക് സഞ്ചരിക്കാം. എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം വരെ പോവാം അല്ലേ? അവിടുന്ന് അങ്ങോട്ട് നമുക്ക് സഖ്യം നമുക്ക് പറഞ്ഞല്ല, നമ്മൾ ആ തലത്തിൽ എത്തില്ല. ആത്മനിവേദനം ഒട്ടും പറ്റില്ല. കാരണം വെച്ചാൽ ആ തലത്തിൽ എത്തിയാലാണ് എല്ലാം നമ്മൾ റിനൗൺസ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ 6-7 ആ അംഗങ്ങള്, ലിംസ് ഓഫ് ഡിവോട്ടഡ് സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം വരെ നമുക്ക് പോകാൻ പറ്റും. അതിൽ ഉയർന്ന മറ്റുള്ള കാര്യങ്ങൾ, സഖ്യോ വാത്സല്യ ഭാവത്തിലോ ഒന്നും നമുക്ക് എത്താറായിട്ടില്ല. എനിക്ക് എത്താറായിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് പറയുന്നത്. So this particular type of mercy is bestowed upon the living being by the Lord in the form of Lord Sri Chaitanya Mahaprabhu. അപ്പോൾ ഈ കമ്പാഷൻ, ഈ കൃപ, ഈ കടാക്ഷം, ഓക്കെ,
നമ്മൾക്ക് ഈ അനുഗ്രഹം തന്നിരിക്കുന്ന ആരാണ്? ഭഗവാൻ തന്നെ. ആരുടെ രൂപത്തില്? ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം അല്ലെ? ചൈതന്യ മഹാപ്രഭുവും ഭഗവാൻ യാതൊരു വ്യത്യാസമല്ല. ചൈതന്യ മഹാപ്രഭു അവതാരിയാണ്. അവതാരി എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ എല്ലാ അവതാരങ്ങളും ഉത്ഭവിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണോ അവതാരി, അതേ ഭഗവാൻ കൃഷ്ണൻ വേഷം മാറി പ്രച്ഛന്നം ആയിട്ട് വന്നതാണ് ചൈതന്യ മഹാപ്രഭു. ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു അല്ലേ? അതാണ് ചൈതന്യ മഹാ. അപ്പൊ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ടീച്ചിങ്സ് എന്തിന്റെ ആധാരത്തിലാണ് ചൈതന്യ മഹാപ്രഭു ടീച്ചിങ്സ്? ഭഗവത്ഗീതയും ഭാഗവതം, ഈ രണ്ട് ഗ്രന്ഥത്തിന്റെ മെയിനായിട്ട് ഈ രണ്ട് ഗ്രന്ഥത്തിന്റെ ആധാരത്തിലാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ എന്താണോ അർജുനന് ഭഗവത്ഗീതയിലെ ഉപദേശം കൊടുത്തിരിക്കുന്നത്, അതേ ഉപദേശം തന്നെയാണ് ചൈതന്യ മഹാപ്രഭു നമുക്കെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികളുടെ അവരുടെ പന്ഥാവിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഇവിടെ ശീലപ്രഭുപാദർ നമ്മളോട് പറയുന്നത്. അപ്പൊ ശീലപ്രഭുപാദർ ഈ ഭാവാർത്ഥം അത് വായിച്ചാൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും. നമ്മളുടേതായിട്ട് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇതെല്ലാം ഭഗവാനാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് സാധാരണ ആൾക്കാർ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ എഴുതിയാൽ ഓതേഴ്സ് ഇത് എന്റെ കൃതി എന്നാ പറയുക. ശീലപ്രഭുപാദർ പറയുന്നത് എന്നെ ഭഗവാൻ ഡിക്റ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ തൻ്റെ ഗുരുനാഥൻ എന്നെ ഡിക്റ്റേറ്റ് ചെയ്തു. ഒരിക്കലും താൻ സ്വയം ആ ക്രെഡിറ്റ് എടുത്തിട്ടില്ല. നമുക്ക് വായിച്ചാൽ അറിയാം, ഒരു ദൈവശക്തി ഇല്ലാണ്ട് ഇങ്ങനൊന്നും എഴുതാൻ പറ്റില്ല. ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനൊന്നും എഴുതി തീർക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇത് ഭഗവാന്റെ തന്നെ ആ പർപ്പോട്ടാണ് ശീലപ്രഭുപാദ മുഖേന നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇത് പ്രകാരം ജീവിക്കുക എന്നുള്ളത് തന്നെ നമ്മളുടെ എല്ലാം സുഹൃതിയാണ്. എന്തെല്ലാമോ സുഹൃതി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പ് മോസ്റ്റ് ഫിലോസഫി നമുക്ക് കിട്ടാനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1000 കൈകൊണ്ട് തൊഴുതാലും പോരാ ശീലപ്രഭുപാദർ. അദ്ദേഹത്തിന്റെ കമ്പാഷൻ കാരണമാണ് നമുക്ക് ഈ ഗ്രന്ഥങ്ങളെല്ലാം വളരെ സരളമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് കിട്ടിയത്. ഹരേ കൃഷ്ണ. സോ അടുത്തത് ടെക്സ്റ്റ് 36 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे हरि हरि।